ഉണ്ണിമുന്തനും ഓൺലൈൻ മീഡിയനകത്ത ഒരാളും തമ്മിലുള്ള ഒരു വിഷയം. അപ്പൊ ഒരു കഴിഞ്ഞ ദിവസം തുടങ്ങിയാണ് ഈ ഒരു വിഷയം കാണാൻ തുടങ്ങിയത്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വിഷയം ഉണ്ടായത്. അപ്പൊ എന്താ സംഭവം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിമുന്തൻ ഇങ്ങനെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോണയായിരുന്നു. അപ്പൊ ഈ നമ്മുടെ ഓൺലൈൻ മീഡിയനകത്ത് ഒരുത്തം വന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് മുഖത്തിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. അതായത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഒരു മൈൻഡിനകത്ത് എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അവർ നമുക്ക് എന്തും ചെയ്യാം. അവരെ നമുക്ക് അവരുടെ അനുവാദമൊന്നും ഇല്ലാണ്ട് തന്നെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു തൊലിഞ്ഞ മെന്റാലിറ്റി വെച്ചിട്ടാണ് ഇവന്മാരുടെയൊക്കെ ഈ ഒരു ചാനലും സംഭവമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നമുക്ക് ആദ്യം തന്നെ ഈ ഉണ്ണിമൂന്തനായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി പറയാം. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ, ആ ഫോൺ തിരിച്ചു കൊടുത്തത്. അത് അവിടെ ഇട്ട് അടിച്ചങ്ങ് പൊട്ടിക്കണമായിരുന്നു. കാര്യം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ഇത്രയും അടുത്തേക്കൊക്കെ ഒരാളൊരു സാധനം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കതെടുത്ത് അടിച്ച് പൊട്ടിക്കുന്നതിൽ തെറ്റൊന്നുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു അമ്മാതിരി ഉളത്തരങ്ങളാണ് ഇവന്മാർ കാണിച്ചിട്ടിരിക്കണത്. കാര്യം ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിക്ക് ഇപ്പോൾ അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ കാണണ്ട, അവരൊരു മനുഷ്യനായിട്ട് നിങ്ങൾ കാണാം. അപ്പം അയാൾ പുറത്തിറങ്ങി നടക്കുമ്പോഴേക്ക് എപ്പോഴും ഒരാൾക്ക് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തും അങ്ങനെ പോകാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകുന്ന വരില്ല. അവർക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ പ്രൈവസിയും കൂടെ അവരുടെ പ്രൈവസിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലാണ്ട് ഇമാതിരിയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിമൂന്തൻ കാണിച്ചു കണ്ട ആ ഫോൺ എടുത്ത് പുള്ളിക്കാരൻ പോക്കറ്റിനകത്ത് എടുത്ത് പോകാൻ പോയാണ്ട് പുള്ളി തിരിച്ചു കൊടുത്ത്. അത് പുള്ളിയുടെ മാന്യത, അതുകൊണ്ട് പുള്ളിക്കാരൻ തിരിച്ചു കൊടുത്ത്. ഇപ്പൊ കുറെ പേരൊക്കെ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഒക്കെ ഇടുന്നുണ്ടായി, ഉണ്ണിമൂന്തൻ അതാണ് ഇതാണ്, ഉണ്ണിമൂന്തൻ അഹങ്കാരം വന്ന് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കമന്റുകളൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഇവനെയൊക്കെ അഹങ്കാരം മൂത്തു തുടങ്ങിയോ, ആരാധന പോയി തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടൊരു കമന്റ്. അപ്പൊ ഈ അഹങ്കാരം കയറി തുടങ്ങിയോ എന്നൊക്കെ ഇവർ ചോദിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടാ. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളുടെ അടുത്തേക്കാണ് ഇതേപോലെ ഒരാൾ ഫോണും പിടിച്ചിട്ട് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളൊരു സെലിബ്രിറ്റിയോ പെട്ടെന്ന് നിങ്ങൾ കയറി വൈറലായി കഴിഞ്ഞാൽ നമ്മുടെ അനുവാദം ഒന്നും കൂടാണ്ട് തന്നെ ഇവന്മാർ നമ്മുടെ മേത്തേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്ന് പറഞ്ഞു അതിനകത്ത് എന്താണ് തെറ്റുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടാ. ഇനിയിപ്പോ അടുത്തൊരു കമന്റ് എന്ന് പറഞ്ഞാൽ നന്നായി, ഒരു മര്യാദ വേണ്ടേ, കുറച്ച് അകലം എങ്കിലും പാലിക്കാതെ ഒരുത്തനെ മുഖത്തിന്റെ അടുത്തിട്ട് വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് കാര്യം. അതായത് ഒരു ഇത്തിരിയെങ്കിലും മര്യാദ പാലിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാനായിട്ട്. ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ഇത്രയും അടുത്തേക്ക് വന്നിട്ട് ഇവനെ എടുത്തേണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പുള്ളി എന്താ എടുത്തേന്ന് എനിക്കൊരു സംശയം ഉണ്ടാട്ടാ. ഈ ഉണ്ണിമൂന്തനെ മുഖത്ത് അത്ര രോമം ഉണ്ടെന്നൊക്കെ എണ്ണി നോക്കാനായിട്ട് അത്രയും സൂം ചെയ്തൊക്കെ നോക്കിയത്, അങ്ങനെയൊക്കെ എടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ ഉണ്ണിമൂന്തൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇത് ആദ്യമായിട്ടല്ല ഈ ഓൺലൈൻ മീഡിയകളായിട്ട് ഇടയുന്നത്. കാര്യം പുള്ളിക്കാരൻ്റെ ഒരു ഇതിന് മുന്നേയുള്ള ഹിസ്റ്ററിയൊക്കെ എടുത്തു നോക്കിയാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ നീലക്കുയിലായിട്ട് ഉണ്ണിമൂന്തൻ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായി, നമുക്ക് അതൊന്ന് കണ്ടു. ട്രെയിലറൊക്കെ പൊളിച്ചിട്ട് വർക്കുണ്ട്. ഓക്കെ അപ്പൊ ഉണ്ണിമൂന്തൻ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോയി. അപ്പൊ ഈ ഒരു സംഭവം അതാണ്, ഈ ഇവന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലേ എന്നാണ് എനിക്ക് ഇവന്മാരോട് ചോദിക്കാനുള്ളത്. അപ്പൊ എന്റെ അടിയിലൊക്കെ കുറെ കമന്റ് വരാറുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ വരുന്ന സോഷ്യൽ മീഡിയനകത്ത് വരുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യലാണെങ്കിൽ എന്റെ പണി. പക്ഷെ ഇവന്മാർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് അത് വരുന്നുണ്ടെങ്കിൽ അതിപ്പോ അത്ര ഡയറക്റ്റ് ആയിട്ടൊന്നും ആർക്കും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയില്ല. കാര്യം സോഷ്യൽ മീഡിയ വഴിയാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ തന്നെ വരുള്ളൂ. പക്ഷെ ബുദ്ധിമുട്ടാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്, എനിക്ക് അതിനകത്ത് വിശ്വാസമുണ്ട്. പക്ഷെ ഇവന്മാരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രൈവസിയും അയാളുടെ സൗകര്യം ഒന്നും നോക്കാതെ അയാളുടെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്രയും അരോചകമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അയാളുടെ അനുവാദം ചോദിച്ചിട്ട് ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവന്മാരെന്ന് പറഞ്ഞാൽ അനുവാദം ഒന്നും ചോദിക്കലില്ല. വലിയ ഒരു സെലിബ്രിറ്റിയാണ്, ഉണ്ണിമൂന്തനാണ്, എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോയും
വീഡിയോ ഒക്കെ എടുത്തേക്കുക. കാര്യം അതെടുത്ത് സോഷ്യൽ മീഡിയയിനകത്ത് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിലും എൻ്റെ അക്കൗണ്ടിനും കിട്ടും എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട്, അതായത് കണ്ടവൻ്റെ പുറകെ നടന്ന് ഇപ്പം ഈ ഒരു എല്ലും കഷ്ണം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറെ പട്ടികൾ ഇങ്ങനെ പുറകെ പോകില്ല, അതേപോലത്തെ ടീംസാണ് ഇപ്പൊ ഈ പാപ്പരാസി എന്ന് പറഞ്ഞ ടീംസ് ഇപ്പൊ ഭയങ്കരമായിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മുടെ ഈ തിയേറ്ററിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്മാരെന്നൊക്കെ പറഞ്ഞ എനിക്കൊരു ബഹുമാനം ഇവന്മാരോടും തോന്നല്ല കേട്ടോ. അത് വേറെ കേസ്. പിന്നെ അനുവാദം ചോദിച്ചിട്ട് മാന്യമായിട്ട് ചെയ്യുന്ന ടീംസും ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം ഈ റേറ്റിങ്ങിന്റെ പുറകെ ആയതുകൊണ്ട് തന്നെ മിക്കവരും ഇതേപോലുള്ള അനുവാദം ഒന്നും ചോദിക്കലൊന്നായിട്ട് കാണുന്നില്ല. ഇന്ന് വേറൊരു ഉണ്ണിമുന്തൻ തന്നെ വേറൊരു എന്താ ബ്രോ? ഒന്നുമില്ല, നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ ബ്രോ? ഏത് പടം കാണാനാണ്? ഓക്കെ. അപ്പൊ ഉണ്ണിമുന്തന്റെ റിയാക്ഷൻ തന്നെ കണ്ടല്ലേ, ഇവന്മാരോടൊക്കെ എന്ത് പറയാനാ എന്നുള്ള ആ ഒരു റിയാക്ഷൻ, അതാണ് പുള്ളിക്കാരൻ പോയത്. അതായത് ഇവരൊക്കെ സിനിമ കാണാനായിട്ടൊക്കെ പോകാന്ന് പറയുമ്പോഴത്തേക്കും അവരുടേതായ കാര്യത്തിന് വരുന്നതാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ലുക്കൊക്കെ കണ്ടിട്ട് മാളികപ്പുറം ആ ഒരു ടൈമിനകത്തൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പൊ ആ ഒരു ടൈമിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണിമുന്തൻ എന്തെങ്കിലും പ്രൊമോഷനായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പുള്ളിക്കാരന്റെ പ്രൈവറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉമാര് പോയിട്ട് ഇങ്ങനെ പോകുന്നത്. പുള്ളി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉമാര് പറഞ്ഞേ നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ, അപ്പൊ ഞങ്ങൾ എടുക്കണേന്ന്. എന്താണ് ഈ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എന്തും കാണിക്കാവോ? ഇപ്പൊ ഇത് ഉമ്മാരുടെയൊക്കെ ഒരു ലോജിക്കൊന്നും എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. ഇതേപോലുള്ള കുറെ ടീംസിന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ ഉണ്ണിമൂന്തനൊക്കെ ആയതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ എടുക്കുന്നത്. ഇനി വല്ല നടിമാരൊക്കെ ആണെങ്കിൽ ഉമ്മാർ എടുക്കണത് ഇങ്ങനെ ആയിരിക്കുള്ളൂ, അതായത് പൊക്കത്തുനിന്ന് ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എല്ലാം ഉമ്മാർക്ക് കാണണം. മാക്സിമം എത്രത്തോളം കിട്ടാവോ അത്രത്തോളം എടുക്കാൻ പാകത്തിനായിരിക്കും ഉമ്മാർ നിൽക്കുന്നത്. ഇപ്പൊ ഏതൊരു നടി പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പൊക്കത്തുനിന്നായിരിക്കും ഉമ്മാർ എടുക്കണത്. കാര്യം അത് കാണാനായിട്ട് ഇഷ്ടംപോലെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ടീംസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അവന്മാരുടെ അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കലാണ് ഇവന്മാരെയൊക്കെ പണി. ഇപ്പൊ ഈ 2 വീഡിയോ നമ്മൾ നോക്കിയെന്ന് നീലക്കുയിൽ ചാനലിലേക്കാണ്. നീലക്കുയിൽ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പീക്കിനകത്ത് നിൽക്കുന്ന ചാനലുകളാണ്. മിക്ക നടിമാരും തൂക്കുന്നതാണ് ഈ നീലക്കുയിലിനെയൊക്കെ. ഇവന്മാരെ പോലും ഉള്ളവന്മാരാണ് ഈ നമ്മുടെ അലിൻ ജോസ് പെരേരനെയൊക്കെ പൊക്കി പിടിച്ചിട്ട് നടക്കുന്നത്. ഇവന്മാരെ പോലുള്ളവരാ. ഇവരിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുക, ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴാണ് ഇതേപോലുള്ള കുറെ മരണങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നടക്കുന്നത്. അപ്പൊ ഈ ഓൺലൈൻ മീഡിയാസ് ഇപ്പൊ ഭയങ്കര അതിപ്രസരമായിക്കൊണ്ടിരിക്കണേ. കാര്യം ഇത് ഒരു അതിരില്ലാണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ആർക്കായാലും ഒരു സെലിബ്രിറ്റി ആവാനായിട്ട് ഇപ്പൊ ഭൂരിഭാഗം പേരും പേടിക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ പ്രൈവസി എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലാത്തൊരവസ്ഥയിനകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബോളിവുഡിനകത്തൊക്കെ ഇഷ്ടംപോലെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും മലയാളത്തിനകത്ത് ഈ ഇടയ്ക്കാണ് ഇതേപോലുള്ള സംഭവങ്ങൾ ഇപ്പൊ അധികമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എത്ര നാൾ ഇതേപോലത്തെ സംഭവമൊക്കെ ഉണ്ടാവുന്നു, ഇതിന് എന്തായാലും കുറയാനൊന്നും പോള. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരാൾക്ക് പ്രൈവസി കൊടുക്കണമെന്നുള്ള അങ്ങനെയുള്ള സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. പിന്നെ ഒരു സെലിബ്രിറ്റി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മുടെ പൊതുജനങ്ങളാണെങ്കിലും ചിലപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുനിന്ന് വന്നേക്കാം. പക്ഷെ അതിനൊരു പരിധി ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവരൊരിക്കലും ഒരാളുടെ ഇതിനകത്തേക്ക് അങ്ങനെ കടന്നു കയറുമെന്നൊന്നും കയറുന്നവരുണ്ടാവും, പക്ഷെ അത് അപൂർവമായിരിക്കും. പക്ഷേ ഇവന്മാരെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ കണ്ടവന്റെ പ്രൈവസിനകത്തേക്ക് ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലണേണ്. അപ്പൊ എനിക്ക് ഇവന്മാരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ള. പുണ്യമൂന്തനെ ഇവിടെ ചെയ്തെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ചും കൂടെ ചെയ്യാറുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും അടുത്ത വീഡിയോ കാണാനാണെങ്കിൽ ടാറ്റ ബൈ.